അയ്യോ എന്നതാ കേറി ബാക്ക് സ്റ്റേജിൽ നിന്ന് ആൾക്കാർ കേറിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ ഞാൻ കാരണം ഞാൻ ഡേവിസിനും അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയിട്ടില്ല. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നോക്കുന്നത് ഒക്കെ അതെ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇറ്റ്സ് 6:30 മോർണിംഗ് അറ്റ് കൊച്ചി. ഷോ ഡേ ആണ് ഇന്ന്. നാച്ചുറൽ മിസ്റ്റർ കേരള ഡിക്കാത്ലൺ നടത്തുന്ന ഷോ ഡേ. കഴിഞ്ഞ 3 മാസമായിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ ഒരു ഷോന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തതും ഫുഡും കുറേ സാക്രിഫൈസും ഒക്കെ ചെയ്ത ആ ദിവസം ഇന്നാണ്. ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ സ്ട്രഗിൾ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം 8:30 ഷോ തുടങ്ങും. ഫസ്റ്റ് കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറിയാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ, അജയ്, ഡേവിസിൻ്റെ. ഇപ്പം 3 മണിയാണ്. കൊച്ചി കാണിച്ചിട്ടാ. അല്ല 3 മണിയല്ല, 6 മണി. അജയ് ഹായ്. സെറ്റ് കൊച്ചിയാണ്. ഞങ്ങൾ ഈ ടൗൺ ഹാളിൽ നേരെ ഓപ്പോസിറ്റുള്ള റൂമിലാണ് നിൽക്കുന്നത്. ഇനി എന്തൊക്കെയല്ല, ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് എന്താ? ഫുഡ് രാവിലെ റൈസ് കേക്ക്, ജസ്റ്റ് ഒരു ബനാന, പൊട്ടാസ്യം ക്രാമ്പാണ്ട് വേണ്ടിയിട്ട്. നല്ല ക്രാമ്പാവുണ്ട്, കാരണം വാട്ടർ കുറവായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരുമ്പോൾ തന്നെ ക്രാമ്പ് കയറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ അതിന് പെയിൻ മാറാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം ഇട്ട് പഴവും, പിന്നെ അല്ലേ ഇടയ്ക്കൊക്കെ ഒന്ന് വിരലും അങ്ങോട്ടും കാലും അങ്ങോട്ടൊക്കെ നീക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് ഈ ക്രാമ്പ് കയറുന്നുണ്ട്. അപ്പോൾ പഴം, പിന്നെ സോൾട്ട് ഇടുന്ന് കാണിച്ചെടുത്താ. എവിടെ സോൾട്ട്? ഇതും പിന്നെ പഴമാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ട്രങ്ക് അവിടെ ഉണ്ട്. പിന്നെ ഇത് ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ടാന്, പിന്നെ സാധാ ഒരു തുടയ്ക്കുള്ള തുണി, പിന്നെ ഷൈനിങ്ങിന് സ്പ്രേ, റോളറ്. അപ്പം അതൊക്കെയാണ്. ഡേവിസിനെ വിളിച്ച് ഡേവിസ് ഉണർന്നുണ്ടാവും. ഇനി ബാക്കി പരിപാടി നോക്കട്ടെ. ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. റൈസ് കേക്ക് ഇനി പഴമൊക്കെ കൂടി മിക്സ് ആകട്ടെ. മീൽ നമ്പർ 1. മീൽ നമ്പർ 1 ഇങ്ങനെ പിടിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് സാർ. രണ്ടാമത്തെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ട്രൈ ചെയ്യില്ലാന്ന് എനിക്കറിയാം, കാരണം ഞങ്ങൾ മാത്രം ഇതിനുള്ള ആൾക്കാരെ മാത്രമേ ഇത് ട്രൈ ചെയ്യുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് സോൾട്ടഡ് റൈസ് കേക്ക് അല്ല, അത് പൊരിയാണ്. അമ്പലപ്പറമ്പിലൊക്കെ 30 ഉറുപ്പിക കിട്ടുന്ന പൊരിയാണ്. അപ്പോൾ റൈസ് കേക്കാന്ന് പറഞ്ഞിട്ട് റൈസ് കേക്കൊക്കെ പറഞ്ഞ് വിൽക്കുന്നുള്ളൂ. പഴം തീർന്ന്, പഴം പോയി മേടിക്കട്ടെ താഴത്ത്. കാരണം പൊട്ടാസ്യത്തിന് പഴം വേണം. അപ്പോൾ ഒന്നും കൂടെ ഉള്ളൂ. അപ്പോൾ ഹാഫാക്കുന്നേക്കാളും നല്ലത് താഴത്ത് പോയി വേഗം മേടിക്കുന്നതല്ലേ. വേഗം പോയി നോക്കട്ടെ. രാവിലെയൊക്കെ തുറന്നുണ്ടാവും വിചാരിക്കാം. പഴം മേടിച്ച് ഇനി നെക്സ്റ്റ് ബാക്കിയുള്ള റൈസ് കേക്ക് കൂടി ഫില്ലാക്കട്ടെ. ഓക്കെ. തിരക്കായി. 7:30 ആയി. 8:30 ഞങ്ങൾക്ക് അവിടെ എത്തണം. യെസ്, അങ്ങനെ ഷോന്റെ സ്ഥലത്തേക്ക് ടിക്കാത്തനല്ല, മറ്റേ സെയിന്റ് ആൽബർട്ട്സ് കോളേജിലേക്ക് പോവാണ്. ഇറങ്ങാൻ നിൽക്കുകയാണ്. റെഡിയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ അതിന്റെ കൂടെ ഒരു എന്തൊക്കെയോ ഒരു അഡ്രിനാലിൻ ഇങ്ങനെ റഷ് ആവുന്നുണ്ട്. ട്രങ്ക് ഉള്ളിലിട്ടിട്ടുണ്ട്. അത് ഡേയ്സിന് വെയിറ്റ് ചെയ്യാം. എന്താണ് റൈസ് കേക്ക് എടുത്തിട്ടുണ്ട്. നമ്മള് തോർത്തും വെള്ളവും ബാക്കി പമ്പിങ് എല്ലാം കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഉഷാറാക്കൂലേ?
താഴത്ത് ബോയ്സ് വെയിറ്റിംഗ് എല്ലാവരും താഴത്തുണ്ട്. താഴത്ത് എല്ലാവരും ഞങ്ങൾ കാറിലാണ് പോകുന്നത്. കാറിൽ ഞങ്ങൾ അവിടെ ആക്കിത്തരാം. ആദ്യം പിന്നെ ജോഷിയും എല്ലാവരും ഉണ്ട്. അതാണ് അവർ അത് കാറിലേക്ക് കയറുമ്പോൾ തന്നെ സാധനം വരിക. അത് കാണിച്ചതേ ഡേയ്സിനെ വെയിറ്റ് ചെയ്യാം. ഡേയ്സ് ഇറങ്ങിയിട്ടാണ് നമുക്ക് എല്ലാവരും കൂടി താഴത്തേക്ക് പോകാൻ. ഓക്കെ, യെസ്. നിമിഷ ഇറങ്ങി, ഡേവിസ് ഇറങ്ങി, ഞങ്ങൾ റെഡി ആയി കൊണ്ടുവന്ന് താഴത്ത് ഫാദി വന്നിട്ടുണ്ട്. അയ്യോ ഡേയ്സ് എല്ലാം സെറ്റാണ്. ബാഗൊന്നും ഇല്ലല്ലോ? ഓക്കെ, അടുത്ത വർഷം. ചാറ് 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 സെറ്റല്ലേ? കുളിച്ചില്ല. കേറിയേക്കോ. ഒരു റൂം ചെക്കൗട്ട് ചെയ്യാം. ഫാദി അതിനകത്തുണ്ട്. ഇതാരാ അതിനകത്ത്? റോസനാ? നബീന? അയ്യോ സെറ്റ് പവറ് ഇല്ല. ചെക്കൗട്ട് ചെയ്തു. അല്ലല്ല പാതി പോലെ തൊട്ടെടുത്തോളെ. എടാ നമുക്ക് പോവാ. അധികം നിക്കാൻ പറ്റുമോ? കാറ എല്ലാരും എത്തി. ഇനി നേരെ സെയിന്റ് ആൽബർട്ട്സ് കോളേജ്, അവിടെ ഷോ ആണ്. ഷോന് പോവാൻ എല്ലാരും പ്രിപ്പയർഡ്, എല്ലാരും സെറ്റ്, എല്ലാരും പവർ. അത് ആരൊക്കെയാണ്? നിമിഷ ഉണ്ട്, പിന്നെ അജയ് ഉണ്ട്, നവീനല്ലേ, നവീന്, ഡേവിസും ഉണ്ട്. ഓക്കെ, സെയിന്റ് ആൽബർട്ട്സ് കോളേജ്. ഓക്കെ, അതാവല്ലോ. ഇതാണ് സെയിന്റ് ആൽബർട്ട്സ് കോളേജ് ഇവിടെ വെച്ചിട്ട് നടക്കുന്നത്. സോ അവിടെ കോമ്പറ്റീഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ജൂനിയർ 50-55 ഒക്കെ ആവുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവര് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് ഒക്കെ സാധനം മറ്റേ ഒരു ഇതുപോലെ ബോക്സ് പോലെ വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറിയിട്ടാണ് പ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ ചുമ്മാ അപ്പം ആ സമയം കൊണ്ട് ഭയങ്കര ചൂട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് കാറ്റ് കൊള്ളാൻ വെച്ചിട്ട്, പിന്നെ കോളേജും കാണാം. സെയിന്റ് ആൽബർട്ട്സ് കോളേജ് ഇതുവരെ കണ്ടിട്ടില്ല. സോ ഒന്ന് കാണാൻ വെച്ചിട്ട് ചുമ്മാ ഇറങ്ങിയ. കോഴിക്കോട് ദേവഗിരി കോളേജിന്റെ ഒക്കെ എവിടേക്കോ ഒരു വൈബ് തന്നെ, ഭയങ്കര മോഡേൺ. അത് നല്ലൊരു പഴയ കാലം, ഒരു നമ്മളാ ഒരു മിഡ് ടൈമുള്ളതൊക്കെ കൂടി മിക്സ് ആക്കിയിട്ടുള്ളൊരു, ചില സ്ഥലത്തൊക്കെ ഭയങ്കര ഒരു ഓൾഡ് കോളേജിന്റെ ഒരു വൈബ് ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ട്, നല്ല നീറ്റ് ആയിട്ടുണ്ട്. ഇന്നിപ്പോ എന്തായാലും കോളേജില്ല, കാരണം അല്ലെങ്കിൽ നല്ല തിരക്കാ. ഓരോ കാറ്റഗറി ആകുമ്പോൾ തന്നെ സ്റ്റേജിന്റെ അവിടേക്ക് അവരുടെ സപ്പോർട്ടേഴ്സ് കുറെ പേര് വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല തിരക്കാന്ന് വെച്ചാൽ ഇപ്പൊ കോളേജ്. പിന്നെ സൺഡേ ആണല്ലോ. ഓക്കെ, സൺഡേ ആണ്. വെറുതെ ഞാൻ നടക്കാൻ ഇറങ്ങിയതാ. നമ്മള് കാറ്റഗറി ആയിട്ടില്ല. അപ്പൊ കാറ്റഗറി ആവുമ്പോൾ അജയിന്റെ ജൂനിയറിൽ ഫസ്റ്റ് അജയ് ഇറങ്ങി. ജൂനിയർ ഫസ്റ്റ് 50-55 അജയ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏകദേശം സബ് ജൂനിയർ കഴിയാറാകുമ്പോൾ ഞങ്ങൾ അവന്റെ ടാനിങ് പരിപാടി തുടങ്ങും. അപ്പം തന്നെ ഞാനും ഡേവിസും പമ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ടൈമിൽ ആ ടൈം ലൈനിലേക്ക് ഇനി അടുത്ത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ പമ്പ് ചെയ്യാനും കാര്യങ്ങൾ, കാരണം നമ്മൾ കാറ്റഗറി ആവുമ്പോൾ ഉള്ളതാണ്. അതുവരെ ഒന്ന് കണ്ട് ഓവറായിട്ട് നടക്കാൻ നിൽക്കുന്നില്ല. കാരണം ഫുഡ് ഇപ്പോ ഇതിനുള്ള എനർജി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനുള്ള എനർജി ഇല്ല. ബൈ. യെസ്, അങ്ങനെ കോമ്പറ്റീഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് ലാഗായി. കാരണം കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ബാക്ക് ടു വയറൊക്കെ ഒന്ന് നോർമൽ ആവാൻ കുറച്ച് ടൈം എടുത്തു. അതുകൊണ്ട് ആ വീഡിയോ കുറച്ച് ലാഗ് ആവുന്നു, സോറി. സോ കോമ്പറ്റീഷൻ ഡേ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ദ കോമ്പറ്റീഷൻ ഡേ ഓൺ 28th കോമ്പറ്റീഷൻ ഡേ സൺഡേ ആൽബർട്ട്സ് കോളേജിൽ വെച്ചിട്ട് ഞങ്ങൾ പോയി. മോർണിംഗ് നടന്ന കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി കോളേജിൽ പോകുന്നു. കോളേജിൽ
സ്റ്റേജ് സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ സ്റ്റേജ് വാസ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ICN ഹൈദരാബാദിലൊക്കെ നടന്ന പോലത്തെ ആ ഒരു ഫ്രെയിം പോലെ നടുവിൽ നിന്ന് ഇങ്ങനെ ഒരു ഫുള്ള് ഡാർക്കായിട്ട് അതിൻ്റെ നടുവ് കൂടെ ഇങ്ങനെ വരിക, ഓരോരുത്തരോ പാർട്ടിസിപ്പൻസ് അത്ലറ്റ്സ് സൈഡിൽ കൂടെ പോവുക, ലൈനപ്പ് ചെയ്യുക. സോ അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് സബ് ജൂനിയർ കാറ്റഗറി ആയിരുന്നു നടന്നത്. അത് കഴിഞ്ഞിട്ടായിരുന്നു ജൂനിയർ കാറ്റഗറി. സബ് ജൂനിയർ കാറ്റഗറിയിൽ വെയിറ്റ് 60 മുതൽ 70+ വരെയുള്ള 70+ വരെ. അത് കഴിഞ്ഞിട്ട് ജൂനിയർ കാറ്റഗറി തുടങ്ങി. ജൂനിയർ കാറ്റഗറിയിൽ ഫസ്റ്റ് തന്നെ 50 to 55 കാറ്റഗറിയിലായിരുന്നു അജയിൻ്റെ കോമ്പറ്റീഷൻ. അപ്പോൾ അജയ് ഇറങ്ങി. അജയിൻ്റെ കോമ്പറ്റീഷനിൽ അജയിൻ്റെ കാറ്റഗറിയിൽ ഒരു 10-30 ആൾക്കാരെന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവന് ടോപ്പ് 10 അവൻ സെലക്റ്റഡായി. പക്ഷെ അവന് അതിൽ കിട്ടിയില്ല. അൺഫോർച്ചുനേറ്റ്ലി അവനത് ആ ഒരു ടൈറ്റിൽ, ആ ഒരു കാറ്റഗറിയിലെ ടൈറ്റിൽ മിസ്സായി. അത് കഴിഞ്ഞിട്ടാണ് ഫുൾ ഒരു ജഗപുക ഉണ്ടായത്. കാരണം അവൻ്റെ കാറ്റഗറി കഴിഞ്ഞ് 55 to 60 കഴിഞ്ഞിട്ടാണ് 60 to 65 എൻ്റെ കാറ്റഗറി. അപ്പോൾ ആ ഒരു എന്തായാലും അവൻ കയറിയതിന് ശേഷം ഞാൻ വാമപ്പ് ചെയ്യാൻ പോയി. സൈഡിൽ നിന്ന് വാമപ്പ് ചെയ്തു. ഇപ്പോൾ പറഞ്ഞ ആ കാണുന്ന പോലെ തന്നെ ഞാൻ സൈഡിൽ നിന്ന് മെല്ലെ വാമപ്പ് ചെയ്യേണ്ടതിന് അവിടെ മെഷീൻസ് തന്നെ ഉണ്ടായിരുന്നു കോളേജിൽ. അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൻ്റെ ബാക്കിൽ വന്നിട്ട് ഞാൻ ബാൻഡ് വെച്ചിട്ട്, മറ്റേ സ്ട്രെച്ചിങ് ബാൻഡ് വെച്ചിട്ട്, സ്ട്രെച്ചിങ് ബാൻഡാണെന്ന് തോന്നുന്നു, ബാൻഡ് വെച്ചിട്ട് ഞാൻ അങ്ങനെ മെല്ലെ കൈയോ ഇങ്ങനെ ട്രൈസപ്പ് ഇങ്ങനെ മെല്ലെ വാമപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ അത് സെയിം ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമിലുണ്ട് ഇവർ പെട്ടെന്ന് പറയുന്നത്. കാരണം അത്രയും നേരം അവർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ വിളിക്കൊന്നും ചെയ്തിട്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ഫുൾ ഡ്രസ്സിൽ നിൽക്കുക. എന്നിട്ട് വാമപ്പ് ചെയ്യുമ്പോൾ ഉണ്ട് ഇവർ എന്നോട് ചോദിച്ചു 65 കാറ്റഗറി ആണോ ചോദിച്ചു. ഞാൻ 65 കാറ്റഗറിയാണ്. എന്നാൽ അതാ കയറി ബാക്ക് സ്റ്റേജിൽ നിന്ന് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, കാരണം ഞാൻ വിചാരിച്ചു ഈ കാറ്റഗറി അവൻ്റെ കാറ്റഗറി അവൻ കയറിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത കാറ്റഗറി കഴിഞ്ഞ് അടുത്തതാണ്. അപ്പം അതെന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബാക്ക് സ്റ്റേജിൽ സ്ലോലി വാമപ്പ് ചെയ്യുമ്പോഴാണ് ഫുൾ ഡ്രസ്സിൽ നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞ് ഇതാ അടുത്ത കാറ്റഗറിയിൽ ഇറങ്ങാനുള്ള ആൾക്കാർ ബാക്ക് സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ആകെ ജഗബോഗയായി ഫുള്ള്. ഞാൻ ജോഷുവിനെ വിളിക്കുന്നു, ഡേവ്സിനെ വിളിക്കുന്നു, അവർ ഷാമിൽ ആദ്യം എല്ലാവരും വിളിക്കുന്നു, വരാൻ പറയുന്നു. അവർ അവിടെ വെയിറ്റ് ചെയ്യാൻ. ഇടയ്ക്ക് ചെറുതായിട്ട് മഴയും പെയ്തു. ഓടി വരുന്നു. പെട്ടെന്ന് എണ്ണ തേക്കുന്നു. ടാൻ തേക്കാൻ പോയി. കാശിയാണ് എൻ്റെ അടുത്ത് അപ്പം ഉണ്ടായിരുന്നത്. കാശി വന്നാൽ എണ്ണ തേക്കുന്നു, പിന്നെ ടാൻ തേക്കുന്നു, ഒക്കെ കൂടി തിരിയുന്നു മറിഞ്ഞു ഒക്കെ ജഗബ. കാരണം ഇത് ആദ്യം എണ്ണ തേക്കണം, പിന്നെ ടാൻ ഇങ്ങനെ തൊട്ട് ഓരോ ഇങ്ങനെ തൊട്ട് ഇടണം, എന്നിട്ട് ഒന്നിങ്ങനെ തേക്കണം, അതിന് ശേഷം റോൾ ചെയ്യണം. ഇതാണ് ആ ഒരു പ്രോസസ്സ്. അതൊരു 10-15 മിനിറ്റ് എടുത്ത് മെല്ലെ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. 10-15 മിനിറ്റ് എടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. ഇതൊരു 2 മിനിറ്റിൽ ഇപ്പോൾ വരാ പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ഇവർ ചെയ്യുന്നത്. കാശിയൊക്കെ കൂടി റഷ് ശേഷം ഇവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ടൈമിന് എനിക്ക് ചെയ്യാൻ പറ്റിയിരിക്കും. ഇവരെല്ലാവരും ഓടി വന്ന് പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു. കാരണം ഇവരെല്ലാവരും ഒരുമിച്ചുള്ളത് കൊണ്ട് എനിക്ക് കുറേയൊക്കെ ആയി. പക്ഷേ സ്റ്റിൽ അപ്പോൾ ആ ഒരു റഷും ഞാൻ വാമപ്പ് ചെയ്തില്ല. ഞാൻ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ വാമപ്പ് ചെയ്തില്ല. കാരണം വാമപ്പ് ചെയ്താലേ പമ്പ് ആവുള്ളൂ. ലൈക്ക് പമ്പ് ചെയ്തില്ല. പമ്പ് ചെയ്തില്ല എന്ന് ഉദ്ദേശിച്ചത്. പമ്പ് ആയില്ല. ബൈസപ്പ് ഒന്നിനും പമ്പ് ആയില്ല. ബാക്ക് സ്റ്റേജിൽ കയറി, പെട്ടെന്ന് റഷ് ചെയ്ത് ബാക്ക് സ്റ്റേജിൽ കയറി. ബാക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോണ്ട് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ബ്രോ എന്നോട് പറഞ്ഞതാ, ബ്രോ ബാക്കിലൊന്നും ടാൻ ആയില്ല, ഇവിടെ അത്രയും ഭാഗം ടാൻ തേച്ചിട്ടില്ലായിരുന്നു. കാരണം ആ റഷിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തേക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ ശ്രദ്ധിച്ചില്ല. കാരണം മെല്ലെ ചെയ്യേണ്ട ഒരു എവിടെയൊക്കെ ഉണ്ട് നോക്കി മെല്ലെ ചെയ്യേണ്ട ഒരു കാര്യം അവർ റഷിൽ ചെയ്ത്. അപ്പോൾ ആരുടെയും തെറ്റല്ല, കാരണം റഷായി പോയതുകൊണ്ട് അവർ ശ്രദ്ധിച്ചില്ല. പിന്നെ അവിടുന്ന് ഞാൻ എൻ്റെ കൈ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫുള്ള് സ്പ്രെഡ് ചെയ്തത്, ടാൻ മൊത്തം സ്പ്രെഡ് ചെയ്ത്. പിന്നെ അവിടെ നിന്ന് എനിക്ക് 2 പുഷപ്പ് എടുത്തു. പുഷപ്പ് പറയുമ്പോൾ നമ്മളെ ചെസ്റ്റിന് മാത്രമേ പമ്പ് ആവുള്ളൂ, ട്രൈസപ്പിന് കുറച്ച് കയറും, വേറെ പ്രത്യേകിച്ച് കയറുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവനോട് ചോദിച്ചു, തൊട്ട് അവിടെ എനിക്ക് അവനറിയില്ല, ആ ബ്രോനോട് ചോദിച്ചു ഒന്ന് പമ്പ് ഒന്ന് ചെയ്ത് തരുമോ ചോദിച്ചപ്പോൾ അവൻ കൈ പിടിച്ചത്. കൈ കൊണ്ട് നമുക്ക് ബൈസപ്പിനും ട്രൈസപ്പിനും ഷോൾഡറിനൊക്കെ ഒരു 2 പാർട്ട്ണർ നമ്മൾ 2 ആളുണ്ടെങ്കിൽ നമുക്ക് 2 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പമ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു റഷിൽ ചെയ്ത് കയറി. കാരണം കയറിയപ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പം ഫുള്ള് ഞാൻ കൈകൊണ്ട് വെച്ചാൽ റോളല്ലാണ്ട് ഞാൻ കൈകൊണ്ട് തേച്ച പോലെയാണ് ഞാൻ ടാനിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ തന്നെ കുറേയൊക്കെ ഇത് പോയി ഞാൻ. ബട്ട് സ്റ്റിൽ ഞാൻ എങ്ങനെയൊക്കെ സെൽഫ് കോൺഫിഡൻസ് കയറ്റി. കാരണം നമ്മൾ ഈ മെയിൻ കാര്യം ഈ ടാൻ പോയാൽ തന്നെ, ടാൻ ഇങ്ങനെ ഒലിച്ചു പോയാൽ അല്ലെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ നമ്മൾ കോൺഫിഡൻസ് കുറേ പോകും. അത് സ്റ്റേജിൽ കയറിയ ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ സമയത്ത് ഞാൻ കയറുന്നത് ഫുള്ള് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയ ടാനായിട്ടാണ് ഞാൻ കയറി. 10-30 ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റത്തെ ലൈനപ്പ് കഴിഞ്ഞു.
പോസിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ടോപ്പ് 10 കയറി. ടോപ്പ് 10 ഈ കാണിച്ച ഇത്ര ആൾക്കാരായിരുന്നു എൻ്റെ കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ആ കാറ്റഗറിയിൽ എനിക്കും കിട്ടിയില്ല. അപ്പോൾ അതിപ്പോൾ എന്തിൻ്റെ ഇതിലാണ് നോക്കുന്നതൊക്കെ ജഡ്ജസിന്. കാരണം കുറേതിന് ശേഷം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഈ പറഞ്ഞ പോലെ തന്നെ കാറ്റഗറി അവർ നോക്കിയിട്ടല്ല കൊടുക്കുന്നത്. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇതിലല്ല നോക്കിയിട്ട് കൊടുക്കുന്നത്, അല്ല ഇങ്ങനെ കൊടുക്കണം അതാ ഇങ്ങനെയെന്ന് പറയാൻ എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം എനിക്ക് ഡിസേർവിങ് ആണ് എന്ന് തോന്നിയാൽ അവർ തരും, ഇല്ലാന്നാണെങ്കിൽ ഇല്ല, ഓക്കെ. അല്ലാണ്ട് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവങ്ങനെയാണ് ഇവന് കൊടുക്കണം മറ്റേത് കൊടുക്കുന്നത് ശരിയല്ല അങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ഡിസേർവിങ് അല്ലാത്തത് കൊണ്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എൻ്റെ കാറ്റഗറിയിൽ എനിക്കും ഒരു പ്രൈസും കിട്ടിയില്ല. ടോപ്പ് 10 ഒന്നുള്ളൂ. ടോപ്പ് 10 കൊണ്ട് കാര്യമില്ല. ജസ്റ്റ് ട്രോഫി അല്ല മറ്റേ എന്തായാലും പറയുക, നമ്മൾ കഴുത്തിൽ കൂടെ ഇടുന്ന ആ പാർട്ടിസിപ്പേഷൻ മെഡലും പിന്നെ സർട്ടിഫിക്കറ്റ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത കാറ്റഗറിയായിരുന്നു ഡേവിസിന് ഓൾമോസ്റ്റ് ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഡേവിസ് വാമപ്പ് ചെയ്യാൻ തുടങ്ങി. ഡേവിസിന് ഓൾമോസ്റ്റ് ടാനിങ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ആൾക്കാർ ഞങ്ങൾ കൂടെ വന്ന അത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവരുടെ സപ്പോർട്ട് കാരണം ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കുറേയൊക്കെ കയ്യിൽ നിന്ന് പോകേണ്ട കാര്യങ്ങൾ അവർ റെഡി. കാരണം ഇടയ്ക്ക് വെച്ചിട്ട് ചോക്ലേറ്റും അല്ലെങ്കിൽ ആവശ്യത്തിലുള്ള മെഡിസിനും അല്ലെങ്കിൽ എന്തൊക്കെയാണോ അപ്പം നീഡഡ് ആ സ്പോട്ടിൽ ഫാദിലും ഷാമിലും ജോഷിയും പിന്നെ കാശിയും എല്ലാവരും ലൈക്ക് എല്ലാവരും ആ ഒരു ടൈമിങ്ങിന് എല്ലാവരും സപ്പോർട്ടായിട്ട് നിന്നതിനോണ്ട് എല്ലാം കറക്റ്റ് സാധനങ്ങൾ എത്തി. പിന്നെ നവീന് ഇവരൊക്കെ കറക്റ്റ് സമയത്ത് അവിടെ ഉള്ളത് കൊണ്ട് എല്ലാം എത്തിക്കാനും പറ്റി. അതൊക്കെ ബിഗ് താങ്ക്സ് ടു ദം. അവരില്ലെങ്കിൽ ഒന്നും പരിപാടി നടക്കൂല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡേവിസിൻ്റെ കാറ്റഗറി ഡേവിസ് കയറി. ഡേവിസിൻ്റെ പോസിംഗ് ഒക്കെ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. മാസും ഒക്കെ ഇതായിരുന്നു ഡേവിസിൻ്റെ ഇതാ ലൈക്ക് അവൻ്റെ കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ, ഇത്രയും ആൾക്കാർ ഉണ്ടായിരുന്നു അവൻ്റെ കാറ്റഗറിയിൽ. അവൻ ടോപ്പ് 10 ആദ്യം സെലക്ട് ആയി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡിലും അവൻ ഇല്ല, ഡേവിസിനും അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നോക്കുന്നത് ഒക്കെ അതല്ല, അതൊക്കെ അവർ വിടുന്നത്. കാരണം അവർ ഡിസേർവിങ് ആണ് തോന്നുകയാണെങ്കിൽ തരട്ടെ എന്നുള്ള രീതിയിലാണ്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഫേക്ക് നാറ്റീസും അത് ഇതൊന്നും പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കംപ്ലൈൻറ്റ് ചെയ്യണ്ട, അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാന്നുള്ളതിന് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് അപ്പം ഫ്രഷ് ആവാനായിരുന്നു. ഞാൻ ടാനിൽ നിൽക്കുക. വേറെ റൂമിൽ പോയി ഫ്രഷായി റൂമിലത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഡേവിസിൻ്റെ അടുത്ത കാറ്റഗറി, ഡേവിസ് 2 കാറ്റഗറി പേര് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ബോഡി ബിൽഡിങ്ങും പിന്നെ ക്ലാസിക് ഫിസിക്കും. ക്ലാസിക് ഫിസിക്ക് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം. ക്ലാസിക് ഫിസിക് ബേസിക്കലി പണ്ടത്തെ ബോഡി ബിൽഡേഴ്സിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാറ്റഗറി പോലെയാണ് അതുള്ളത്. പണ്ടത്തെ ബോഡി ബിൽഡേഴ്സിൻ്റെ പോസിങ്ങും ഒക്കെ ലൈക്ക് മെയിൻലി പണ്ടുണ്ടായിരുന്ന ബോഡി ബിൽഡേഴ്സിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാറ്റഗറി എന്നുള്ള രീതിയിലാണ്. ഇത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം ട്രങ്കാണ്. ട്രൗസർ അല്ല, ട്രങ്ക് തന്നെ ബ്ലാക്ക് ട്രങ്ക് ഉണ്ടാവുക. പിന്നെ നിൽക്കുന്ന പോസിങ്ങിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ കാറ്റഗറിയിൽ ആ ഒരു കാറ്റഗറി പറയുമ്പോൾ ഏജും വെയിറ്റും അല്ല ഉണ്ടാവുക. 170 സെൻറ്റിമീറ്റർ ഹൈറ്റിൻ്റെ താഴത്തുള്ള ആൾക്കാർ ഒരു കാറ്റഗറി, 170 സെൻറ്റിമീറ്ററിന് എബവ് ഉള്ള കാറ്റഗറിയിൽ അടുത്ത ടീം. അങ്ങനെ 2 ഇതായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ 170 എബവ് ആണ് ഡേവിസ് ഹൈറ്റ് വരുന്നത്. അവൻ്റെ കാറ്റഗറിയിൽ അവൻ ഇറങ്ങി. ഇത്ര ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അതിൽ അവന് സെക്കൻഡ് അടിക്കാൻ പറ്റി. കൺഗ്രാറ്റ്സ് ഡേവിസ്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അത് അത്ര ഉണ്ടായിരുന്നുള്ളൂ. കോമ്പറ്റീഷൻ ഞങ്ങൾ കഴിഞ്ഞതോടെ ഞങ്ങൾ പിന്നെ ഇറങ്ങി. കാരണം ഓൾമോസ്റ്റ് അപ്പം തന്നെ വൈകുന്നേരമായി. പിന്നെ അതിനുശേഷം എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ആൾക്കാർ വരുന്നു, നോക്കിയിട്ടല്ല കൊടുക്കുന്നത് പറയുന്നു. കാരണം ഇവർ കുറേ മരുന്നടിച്ച ആൾക്കാർ വന്നിട്ടുണ്ട്, വാഷ് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം കുറേ പ്രശ്നങ്ങൾ അവിടെ ഓൾറെഡി നടക്കുന്നുണ്ടായിരുന്നു. സോ അത്ര ഉണ്ടായിരുന്നുള്ളൂ കോമ്പറ്റീഷൻ്റെ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഫുഡും ഒന്ന് ബാക്ക് ടു പെട്ടെന്ന് നോർമൽ ആവാൻ പാടില്ല. ബട്ട് സ്റ്റിൽ പെട്ടെന്ന് ഇങ്ങനെ ഫുഡിൻ്റെ ഒരു രീതി മാറിയപ്പോൾ വയറിന് ഫുൾ ടൈം ഒരു വേദന ഉണ്ടായിരുന്നു. ഇപ്പോഴും വേദന മാറിയിട്ടില്ല, മാറി വരുന്നുള്ളൂ. മെഡിസിൻ ഇപ്പോഴും എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ചെറിയ വ്ളോഗ് അന്നത്തെ ദിവസം. ഇത്ര ഇനി പറയാനുള്ളൂ. ഇത്രയും നാളത്തെ കൺസിസ്റ്റൻസിയും ഇത്ര നാളത്തെ സ്ട്രഗിളും ഇത്ര നാളത്തെ ഡയറ്റും കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഇനി അടുത്ത സ്റ്റേജ്, അടുത്ത ഒരു ഡയറ്റ്, അടുത്ത ആ ഒരു ട്രോഫിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും സ്ട്രഗിൾ ചെയ്യും, എന്തായാലും പരിശ്രമിക്കും, എന്തായാലും ട്രൈ ചെയ്യും.
ആ ഒരു ഡേ വരും ഷുവറാണ്. കാരണം ഈ ഒരു തോറ്റു അല്ലെങ്കിൽ ഈ ഒരു കിട്ടിയില്ല അല്ലെങ്കിൽ ഈ ഒരു ഫെയിലിയർ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു, ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്തു, പഠിച്ചു. ഇനി അടുത്ത ഒരു സ്റ്റേജിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. ഈ അടുത്തൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. എനിവേസ് ഞാൻ എൻ്റെ ഡയറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പോവും. അടുത്തൊരു സ്റ്റേജിൽ ഞാനും ഡേവിസ് ഇറങ്ങും. അതെപ്പോഴാണ് എന്താണെന്നൊക്കെ ഉണ്ടാവും. അതുവരെ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഒരു ഫെയിലിയർ വന്നു എന്ന് വിചാരിച്ച് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ പഠിക്കുക, അടുത്തതിന് വേണ്ടി ട്രൈ ചെയ്യുക. ഫെയിലിയർ കംപ്ലയിൻറ്റ് ചെയ്യാൻ പാടില്ല. കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഡിസേർവിങ് ആണ്, നിങ്ങൾക്ക് ട്രോഫി കിട്ടും. എന്ത് കാറ്റഗറി, ഏത് സ്പോർട്ടാണെങ്കിലും. സോ അത്ര ഉണ്ടായിരുന്നുള്ള അന്നത്തെ ദിവസത്തെ വ്ളോഗ്, ചെറിയ വ്ളോഗ് എടുക്കാൻ വെച്ച്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തതൊക്കെ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോ അത്ര ഉണ്ടായിരുന്നുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. കുറേ ആൾക്കാരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല സപ്പോർട്ട് വരുന്നുണ്ട്. താങ്ക് യു. പിന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്നെ ഫോളോ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റൻ്റെയും ഡേവിസിൻ്റെ ഇൻസ്റ്റാഗ്രാം താഴത്തുണ്ട്. ഫോളോ. സോ താങ്ക് യു, ബൈ.